ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴേ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് നമ്മൾ പിന്നെ പച്ചക്കറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളി വാങ്ങി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ പറഞ്ഞു നിങ്ങളോട് അച്ചാറിടാനാണെന്ന്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു, ഇന്ന് വെറുതെ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കണം. ഉമ്മയും ചക്കരയും പാട് രണ്ടാളും കൂടെ വെളുത്തുള്ളി നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ നമ്മൾ വെളുത്തുള്ളി അച്ചാറിടുന്ന ഒരു സ്റ്റൈലുണ്ട്. അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നു. പല നാട്ടിലും പല സ്റ്റൈലാവും, പല വ്യത്യസ്ത രീതിയിലാവും. ഒരുപാട് ആൾക്കാർക്ക് അതിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വെളുത്തുള്ളി അച്ചാറിടുന്നത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അതിലെന്തെങ്കിലും അതുമായിട്ട് താരതമ്യ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ എന്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് വെളുത്തുള്ളി അച്ചാറിടുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകല്ലേ? ഓക്കെ, വാ കണ്ടുപോകാം. അപ്പോൾ ഇതാ ഇവിടെ രണ്ടാളും കൂടെ വെളുത്തുള്ളി വൃത്തിയാക്കാണ് കേട്ടോ. എൻ്റെ തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കാണ്. ഈ വെളുത്തുള്ളി വൃത്തിയാക്കാനേ ശരിക്കും വേറെന്തോ ഒരു മാർഗമുണ്ട്, ഒരു പരിപാടിയുണ്ട്. അത് പിന്നെ ചില ആൾക്കാർ വെള്ളത്തിലിട്ട് വയ്ക്കും. ഈ സാധനം വെളുത്തുള്ളി ഇങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, നോട്ടെ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചോടും ഇതിൻ്റെ തലപ്പും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേഗം പൊളിഞ്ഞെടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബക്കറ്റില്ലേ, പ്ലാസ്റ്റിക് ബക്കറ്റിലിട്ട് ഇങ്ങനെ കുലുക്കും. ചക്കര അങ്ങനെ ചെയ്യാറില്ലേ? പക്ഷെ അത് ഫുള്ള് ഒന്നായിട്ട് പോകില്ല. അത് അച്ചാറിടാനൊന്നും പറ്റില്ല, ചതയ്ക്കാനൊക്കെ പറ്റും. ഇറച്ചിക്കറി ഉണ്ടാക്കാനും ചതയ്ക്കാനൊക്കെ അത് മതിയാവും. പക്ഷെ അച്ചാറിടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ക്ലീൻ ആക്കിയാൽ മാത്രമേ അച്ചാറിടാൻ വെക്കുള്ളൂ അല്ലേ? അപ്പൊ അതായത് തൊലി പൊളിഞ്ഞു പോരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അച്ചാറിന് വേണ്ടി ആയതുകൊണ്ട് ഓരോന്നായിട്ട് തന്നെ എടുക്കണം. അപ്പൊ 1 കിലോ വെളുത്തുള്ളി ഉണ്ട് മക്കളെ. 1 കിലോ വെളുത്തുള്ളി ഈ ഒരു കാണുന്ന സാധനം കിലോ 400 രൂപ കേട്ടോ. വെളുത്തുള്ളി നല്ല വിലയാണ്, ഒരു രക്ഷയില്ലാത്ത പ്രൈസ്. നമ്മൾ ഒരുപാട് തിരഞ്ഞപ്പോൾ ഉള്ളിടത്തൊക്കെ ചന്തയിലൊക്കെ ഉള്ളത് ചെറിയ വെളുത്തുള്ളി അല്ലേ മാ, അത് പറ്റൂല. അപ്പോൾ വലുത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, വലുത് വാങ്ങിയതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ചെയ്യണം 1 കിലോ വെളുത്തുള്ളി അച്ചാറിടാൻ പോകണം. അപ്പോൾ ഇടയ്ക്ക് നമ്മളെ മിക്കുള്ളപ്പോഴും നമ്മൾ ട്രാവൽ വീഡിയോസ് ബാക്കി വ്ളോഗൊക്കെ അല്ലേ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു കുക്കിംഗ് വീഡിയോ ആവാൻ നേരത്തെ എന്ത് ചെയ്യാണ്, ഇന്ന് നമ്മളൊരു പിന്നെ അച്ചാറിടുന്ന വീഡിയോ കാണിക്കാൻ പോകണം. അപ്പോൾ ഏതായാലും പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണാം. അങ്ങനത്തെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുത്തിട്ടോ. വെളുത്തുള്ളി 1 കിലോ വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ അത് പൊളിച്ചെടുത്തപ്പോൾ കറക്റ്റ് ഇത്ര പാത്രത്തിനാണുള്ളത്. വലിയ അല്ലി വെളുത്തുള്ളിയാണ്, നല്ല വലിയ അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇവിടെ അച്ചാറിടാൻ പോവാണ്. ഉമ്മ അച്ചാറിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ അമ്മ? അച്ചാറിട്ട് തുടങ്ങുകയാണ്. ചക്കരയുടെ എന്താ പരിപാടി? ചക്കരയുടെ കട്ടൻ ചായ ഇടുകയാണ് കേട്ടോ, ബ്ലാക്ക് ടീ ഇടുകയാണ് എനിക്ക്. ഉമ്മ അച്ചാർ കൊടുക്കുന്നുണ്ട്. ഇതെന്താ മീനൊക്കെ വറുത്ത് വെച്ചിട്ട് അത് ചൂര മീൻ അച്ചാറിടാനാ? കുറച്ചുണ്ണി മാങ്ങ അച്ചാറിട്ടു. ഇതടുത്ത ചൂരമീൻ അച്ചാറിടാൻ പോകണം. അപ്പൊ നമ്മളെന്താ കാണിക്കുന്നത്, വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. ചൂരമീൻ്റെത് കാണിക്കുന്നില്ല, വെളുത്തുള്ളി അച്ചാറാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തമ്മ? നല്ലെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ഇനി അടുത്തത് ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചി അല്ലേ? 1 കിലോ വെളുത്തുള്ളിക്ക് എത്ര ഇഞ്ചി വേണം അമ്മ നമുക്ക് ഇതിന്? 100 ഗ്രാം വേണ്ടി വരുമോ? 100-150 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അപ്പൊ അത് ബാക്കി അത് ചൂരമീൻ, വെളുത്തുള്ളിയും കൂടെ ചൂരമീൻ. നമുക്കിപ്പോ വെളുത്തുള്ളി അച്ചാറിനത് കാണിക്കാം. അപ്പൊ നല്ലെണ്ണയിൽ കടുക് പൊട്ടിച്ചു, അതിനകത്ത് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചി ഇട്ടു. അതിങ്ങനെ മൂപ്പിച്ചെടുക്കുന്നു കേട്ടോ. അടുത്ത ഏതാണുള്ളത്? അടുത്ത ചെറുതായിട്ട് നുറുക്കിയ ഒരു 8-10 പച്ചമുളക്. ഒരു 8-10 പച്ചമുളകും അതിലേക്ക് ഇട്ടിട്ട് അതിന്റെ കൂടെ മൂപ്പിച്ചെടുക്കുകയാണ്. ഉലുവയും കടുകും 10 വറ്റൽമുളകും കൂടെ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഉലുവയും പിന്നെ കുറച്ച് ഉലുവ കുറച്ച് കടുക്, പിന്നെ ഉലുവ കുറച്ച് അല്ലെങ്കിൽ കയ്പ്പ് വരും. കടുക് ഇച്ചിരി തോനെ എടുത്തിട്ട് പിന്നെ ഉലുവ കുറച്ച്, അതായത് 2 സ്പൂൺ കടുകിന് 1 സ്പൂൺ ഉലുവ പോരെ, ആ ലെവൽ എടുക്കുക. അതിന്റെ 10 വറ്റൽമുളക് അല്ലേ? എന്നിട്ട് അതിനെ ചട്ടിയില് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. നേരത്തെ ആക്കിയത് മാങ്ങ അച്ചാറിൽ ഇടാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഇത്രയും ചെയ്തെടുത്തിട്ട് പൊടിച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇടും അല്ലേ? ഇനി ലാസ്റ്റ് കട്ടൻ ചായ ഇടുന്ന എങ്ങനെയാന്ന് കൂടെ പറയാൻ നോക്കട്ടെ. അറിയാമോ? ആദ്യം വെള്ളം വെക്കുക, എന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യുക, കുറച്ച് പഞ്ചസാര ഇടുക, കുറച്ച് തേയില ഇടുക. അറിയാത്തവരൊക്കെ ഉണ്ട്, പറഞ്ഞു കൊടുക്കേ. ആർക്കും അറിയില്ല ഇപ്പൊ അതേ. ഓക്കെ, അപ്പോ അതിലേക്ക് ഇതാ ചെറുതായിട്ട് നറുക്കിയ ഒരു 2-3 അല്ലി കറിവേപ്പില അതുകൂടെ ഇടുകയാണ് കേട്ടോ. നുറുക്കിയിട്ടു അല്ലേ? നുറുക്കിയത് നമ്മളിവിടെ നിറക്കിയത് എന്ന് പറയണേ അല്ലേ അമ്മ? അപ്പൊ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിം അമ്മ? ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്, ലോ ഫ്ലെയിം ഒന്നും അല്ല.
അതിൽ തന്നെ അടുത്തത് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി. പോട്ടെ ചക്കര ചായ ഇട്ടിട്ട് പോയി. അപ്പൊ അതിലേക്ക് നേരെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കല്ലേ അമ്മ? അപ്പൊ വെളുത്തുള്ളി നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകി ഉണക്കി എടുത്ത വെളുത്തുള്ളി. അതല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തൊന്നുമില്ലല്ലോ ഇതില്? ഇല്ല, അങ്ങനെ തന്നെ വെച്ച വെളുത്തുള്ളിയാണ് അല്ലേ? അപ്പോൾ ഇത്രയും ചെയ്ത് നമ്മൾ ആ എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കും അല്ലേ അമ്മ? അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ. അപ്പൊ ഇടുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണയിൽ ഇടരുത്. ഏത് അച്ചാറാണെങ്കിലും നല്ലെണ്ണയിൽ ഇട്ടാല് രുചിയും ഉണ്ടാവും, അതേപോലെ തന്നെ പിന്നെ ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ ഒരുപാട് നാള് ഈട് നിൽക്കും അല്ലേ? പൂത്തുപോവാതെയും പിന്നെ ചീഞ്ഞു പോവാതെ ഇരിക്കും. നല്ല പവിത്രം നല്ലെണ്ണ ഇതാണ് നമ്മൾ ഇട്ടത്. ചില്ല് കുപ്പിയിലിട്ട് നനഞ്ഞ സ്പൂൺ ഇടാതെ ഉണക്ക സ്പൂൺ ഇട്ട്. അതെ, ഉണക്ക സ്പൂൺ ഇട്ട് എടുക്കുക. അതേപോലെ തന്നെ അച്ചാറിട്ട് കഴിഞ്ഞാൽ അച്ചാറ് ചൂടാറിയതിനു ശേഷം മാത്രമേ കുപ്പിയിലാക്കാൻ പാടുള്ളൂ അല്ലേ? ഇടരുത്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എല്ലാരും ചെയ്യണം. ഒന്ന് കുറച്ചൊന്നായി കിട്ടിയാൽ മതി അല്ലേ അമ്മ? ജസ്റ്റ് ഒന്നായി കിട്ടിയാൽ മതി അല്ലേ? ഓക്കെ ഗൈസ്, മക്കളെ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ മാങ്ങ അച്ചാറ്. ഓക്കെ, ഫുള്ള് ഒരു വലിയൊരു ജാറ് നിറച്ച് മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും അച്ചാർ തിന്നുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങി തിന്നേക്കാളും നല്ലത് വീട്ടിട്ട് തിന്നണമല്ലോ. അപ്പോൾ മാങ്ങാച്ചാർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് അവിടെ വെളുത്തുള്ളി ഇടുന്നു, അത് കഴിഞ്ഞ് ചൂരമീനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നാണ് ഇട്ടത്. അടുത്തത് ഉപ്പിടില്ലേ അമ്മ? അപ്പൊ പാകത്തിന് ഉപ്പ്. അപ്പൊ ഉപ്പ് കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർ കൂടുതൽ ഇട്ട് കൊടുത്തോളിയും, കുറവ് മതി എന്നുള്ള ആൾക്കാർ കുറവ് ഇട്ട് കൊടുത്തോളി, അവനാണ് ഇഷ്ടത്തിന് ഇട്ട്. അപ്പോ അതിലേക്ക് നമ്മൾ ഉപ്പും കൂടെ മാത്രമാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ നല്ലപോലെ വാടി വരും. അത് ഒന്നൊന്ന് മൂത്ത് വരും അല്ലേ? ഒന്ന് വേവായി കിട്ടിയാൽ മതി. ഓക്കെ, ഇന്നാൾക്ക് നമ്മൾ എന്നാ ഒരു ദിവസം മാങ്ങാച്ചാർ ഏതാ കാണിച്ചപ്പോ ആരോ ചോദിച്ചു അച്ചാറിടുന്നൊന്ന് പറഞ്ഞുതരോ, ഒന്ന് കാണിച്ചു തരുമോ? ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ അതിന്റേതായ രീതിക്ക്. വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് വേവിക്കുന്നത്. മാങ്ങയാണെങ്കിൽ ലാസ്റ്റ് ഇടത്തുള്ളൂ. അതെ, മസാലയൊക്കെ മൂപ്പിച്ചിട്ട് ലാസ്റ്റ് ഇടത്തുള്ളൂ. വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ആദ്യം എങ്ങനെ ഇടുന്നത്, എന്നിട്ടാണ് മസാല ഇടുന്നത് കേട്ടോ. മാങ്ങയും ബാക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം മസാല റെഡിയാക്കും. അതിലേക്ക് എന്ത് ചെയ്യും ചക്കരെ? അതിനകത്തേക്ക് പിന്നെ മാങ്ങയോ നാരങ്ങ ഏതാന്ന് വെച്ചാൽ അതിടും. ഓക്കെ, അടുത്തതിന് എന്താ പരിപാടി മാ? അടുത്ത ഒരു പരിപാടി നമ്മളിപ്പോ ഇത്രയും ഉണ്ടാക്കിയ സാധനത്തിലേക്ക് മുളക് പൊടി ഇട്ടു. അപ്പോൾ നമ്മൾ 1 കിലോയ്ക്ക് എടുത്ത മുളക് പൊടി ഇങ്ങനെ കണ്ടില്ലേ? ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇടുന്നത്. അളവ് പറയാൻ നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് അത് കാണാൻ അറിയാൻ പറ്റില്ല. ഏകദേശം ഒരു 100 ഗ്രാം മുളക് പൊടി വരും. അപ്പോൾ നല്ലപോലെ മുളക് പൊടി പിടിക്കാൻ പാകത്തിന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എന്താണ് പെട്ടെന്ന് മണിക്ക് നിന്നാ പോരെ ചക്കരെ? അടുത്തത് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിക്കണതിന്റെ എന്താണ് നമ്മ പുളിപ്പ് കിട്ടാനും കേടാവാതിരിക്കാനാ. അപ്പൊ രണ്ടുണ്ട് ഗുണം. പുളിപ്പ് വേണം. അപ്പൊ രണ്ടുണ്ട് ഗുണം. പുളിപ്പ് കിട്ടുകയും ചെയ്യും, പിന്നെ കേടാകാതിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ ഉപയോഗം. ഇതൊക്കെ കണ്ടുപഠിക്കൂ. ഇതൊക്കെ കണ്ടുപഠിച്ചോളൂ. അടുത്തന്നെ എന്താണ് ഇടാൻ പോണേ? കായപ്പൊടി അല്ലേ? കായപ്പൊടി, പെരിങ്കായത്തിന്റെ പൊടിയല്ലേ? കായത്തിന്റെ കട്ടയാണെങ്കിൽ ചേർക്കാൻ പറ്റൂലേ അമ്മ? അപ്പൊ ഇവിടെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കട്ട ഇടുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ ഈ ഒരു അളവിൽ കായത്തിന്റെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും കായത്തിന്റെ. ചക്കരേ, ഇതൊക്കെ നോക്കി പഠിച്ചോ. അവിടെ പാലക്കാട് വീട്ടിൽ പോകുമ്പോഴേ ഇവിടത്തെ പിന്നെ കൊല്ലത്തെ സ്പെഷ്യൽ അച്ചാറൊക്കെ ഉണ്ടാക്കി ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാം. ഉമ്മാനൊക്കെ ഒന്ന് ഞെട്ടിക്കാൻ വേണമെങ്കിൽ. അപ്പൊ നമ്മള് നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു കടുക്, ഉലുവ, വറ്റൽമുളക്, ഈ ഒരു സാധനം ഇനി ഇടാൻ പോവാണല്ലേ? അടുത്തത് ഇട്ടോളൂ. പോട്ടെ. അടുത്ത ആള് ചായ ആയിട്ട് പോട്ടെ. അത് വാപ്പാക്കുള്ള ചായയാണ് കേട്ടോ പോയത്. ഞാൻ കട്ടനെ കുടിക്കുള്ളൂ, വാപ്പാക്ക് ചായയാണ് കുടിക്കണേ. നല്ലതാണല്ലേ? ടേസ്റ്റ് കിട്ടുമല്ലേ? മക്കളെ, അച്ചാറിന്റെ ടേസ്റ്റിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈ ഒരു സാധനം കൂടിയാണ്. നമ്മളിപ്പോ പൊടിച്ച അവസാന സാധനമല്ലേ, അത് ഇതിന്റെ ഒരു മേജർ സാധനമാണ്, ഒരു രഹസ്യ കൂട്ടാണ്.
പിന്നെ ഒരു കുന്നും കൂടെ ചേർക്കണ്ടേ. ഇനി എന്താണ് ചേർക്കാറുള്ളത്? പഞ്ചസാര. പഞ്ചസാര. ആ അപ്പോ അതും കൂടെ എടുക്കട്ടെ. അച്ചാറില് പഞ്ചസാര ചേർക്കും അല്ലേ? അതെ, മധുരവും. അച്ചാറിൽ ശരിക്കും പഞ്ചസാര ചേർക്കുന്നതിന്റെ കാര്യം എന്താണ്? മധുരമില്ല, എരിവും പുളിപ്പും. എരിവും പുളിപ്പ് ചക്കരയൊക്കെ അതൊക്കെ അറിയല്ലേ? 2 സ്പൂണ് പഞ്ചസാര ഇടും. അതിന്റെ ആ പുളിവും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇടുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, 1 കിലോയ്ക്കാണ് 2 സ്പൂൺ ഇട്ടത്. നിങ്ങൾ ചെറിയ തോതിലുള്ള വെളുത്തുള്ളിയൊക്കെയാണ്, ചെറിയ അളവാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മധുരമായി പോകും കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ മക്കളെ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയായി. കണ്ടിട്ട് തന്നെ വായിൽ കപ്പലോടുന്നു. വായിൽ കപ്പലോടുന്നു. ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യും, നല്ല കഴുകി തുടച്ച്, വെള്ളത്തിന്റെ ഈർപ്പം ഉണ്ടാവരുത്. വെള്ളത്തിന്റെ ഈർപ്പം ഇല്ലാത്ത ഒരു കുപ്പി അല്ലേ, ഭരണിയില്. പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലത് ഭരണി ജാറല്ലേ? ഇടരുത്. ഭരണി ജാറിൽ ചൂട് പോയതിന് ശേഷം അത് ഇട്ടിട്ട് വെക്കുക. പിന്നെ അത് നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും നനയാത്ത സ്പൂൺ ഇട്ട് എടുക്കുക അല്ലേ? ഉണങ്ങിയ സ്പൂൺ ഇട്ട് എടുക്കുക. അല്ലാത്ത പക്ഷം അത് വേഗം പൂത്ത് ചീഞ്ഞ് കേടായി പോകും. അപ്പൊ മക്കളെ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചക്കരെ അച്ചാർ റെഡിയാണ്. ചക്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാറ്. അച്ചാറിന്റെ ആളാണ്. ഇവിടെ മക്കളെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മാങ്ങ അച്ചാറിൽ വെളുത്തുള്ളി ഉണ്ടാവും. ചക്കര എന്ത് ചെയ്യും, ചോറ് കഴിക്കാൻ നേരം അച്ചാറിന്ന് വെളുത്തുള്ളി മാത്രം പറക്കി മാറ്റി വെക്കും. ഞാൻ എന്ത് ചെയ്യും, അത് പോയി എടുക്കും. അപ്പൊ ചക്കര നേരെ ഇന്ന കൊണ്ടൊക്കെ കയറും. അതായത് ഇപ്പോൾ ലാസ്റ്റ് കഴിക്കാനാണ് വെളുത്തുള്ളി അവിടെ വെച്ചേക്കുന്നത്. അച്ചാറും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിക്കാൻ വെളുത്തുള്ളി വെച്ചേക്കും. അതെന്ത് ചെയ്യും, ഞാൻ പോയി എടുക്കുമ്പോൾ പിന്നെ എന്നോട് ഒരു കാക്കും എന്തിനാണ് എടുക്കണത്, ഞാൻ തിന്നാൻ വെച്ചല്ലേ ആയിരിക്കും. അതിൽ ഞാൻ പറഞ്ഞു ഇതൊരു കാര്യം ചെയ്യും, മാങ്ങ അച്ചാറിന്ന് ഇനി വെളുത്തുള്ളി മാത്രം എന്താ ഉപ്പ് കുറവാ, ഉപ്പ് കുറവുണ്ട്, അപ്പൊ അതുകൊണ്ട് പാകത്തിന് ഉപ്പിടുക. അപ്പൊ മാം പറഞ്ഞു മാങ്ങ അച്ചാറിന്ന് മാത്രം വെളുത്തുള്ളി എടുത്ത് തിന്നാൻ നിൽക്കണ്ട, എനിക്ക് വെളുത്തുള്ളി ആയിട്ട് തന്നെ എന്ത് ചെയ്യാ അച്ചാർ ഇട്ട് തരാൻ പറഞ്ഞു. അതാണ്. അപ്പൊ എന്ന് അങ്ങനെ തന്നെ ഇനി വെളുത്തുള്ളി അച്ചാർ ഇട്ട് കഴിഞ്ഞാല് ചോറിന് ശേഷം തിന്നാൻ പറ്റുമോ? വെളുത്തുള്ളി അച്ചാർ ഇട്ട് ചോറിനോടൊപ്പം വെച്ച് കഴിഞ്ഞാല് അതും ചോറ് കഴിഞ്ഞിട്ട് അച്ചാർ തിന്നുന്ന രീതിക്കാവോ? അതാ ചോദിച്ചാലെന്നാല്. ഓക്കെ, അപ്പൊ ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങള്. മീൻ ഇങ്ങനെ വെച്ചിരിക്കുന്നില്ലേ, ഇതിനെ ചിലര് ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്ത് പൊരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. ഇതിനെ ഞാൻ ഇനി ഈ ഒരു മീനെയൊക്കെ 4-5 കഷ്ണമായിട്ട് പിന്നെ എടുക്കും. അപ്പോഴും അരപ്പ് നേരെ മസാല പിടിക്കും. മസാല നല്ലപോലെ പിടിക്കുമല്ലേ അതില്? അല്ലെങ്കിൽ എല്ലാരും വിചാരിക്കും അത്രയും വലിയ കഷ്ണമാണ് അച്ചാർ. അതിനെ ഇനി ചെറുതാക്കും കേട്ടോ, ചെറുതാക്കിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വെളുത്തുള്ളി അച്ചാറിന്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ചൂര അച്ചാർ ഇടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. അത് അടുത്ത ദിവസം നമുക്ക് ഇൻഷാല്ലാ അത് നമുക്ക് ചെയ്യാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇതിന്റെ ഇടുമ്പോൾ കാണിച്ചു തരാം, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ.